ഇന്ന് നമുക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനത്തെ ഒരു വീഡിയോ അല്ല കേട്ടോ. നമ്മളിന്ന് നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ അന്ന് ആന്തൂറിയം വെച്ചത് ഒരു വീഡിയോ ആക്കി ഇട്ടിരുന്നല്ലോ, അതാണ് കേട്ടോ. അത് ഏകദേശം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതതിൻ്റെ പൂവാണ്. നമ്മൾ കൊടുന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു അല്ലേ. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ കൊടുന്ന് നട്ടത്. ഇതാ നമുക്ക് പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട്. ഒരില വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിന് കളറ് കണ്ടപ്പോൾ അത് പൂവായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. ചെറുതായിരുന്നപ്പോൾ കളർ മാറുമായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ ഇത് ഇലയാണ് കേട്ടോ. അങ്ങനെ ഓരോ ഇല വന്ന് അതിൻ്റെ ഇടയിലാണ് പിന്നെ നമുക്ക് ഇതേപോലെ പൂവൊക്കെ ഉണ്ടായി കിട്ടുക. ഇനി ഇത് വരുന്നത് ഇലയാണോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ആന്തൂറിയം പിടിച്ചിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു ഇല വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ആന്തൂറിയം. നമുക്ക് കാണാനും രസമാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് ഇലയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ പൂവ് എന്ന് പറയാൻ അതിൻ്റെ ആ മേലുള്ള തണ്ടുണ്ടല്ലോ, അതാണ് അതിൻ്റെ പൂവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇല കളർ മാറിയതാണ്. ഇത് നമ്മുടെ റോസാണ് കേട്ടോ. എപ്പോഴും നമുക്ക് പൂ തരുന്നൊരു റോസാണിത്. ഞാനിത് നമ്മുടെ ആദ്യത്തെ വീടിൻ്റെ അടുത്ത് ഒരു പാല് വാങ്ങാൻ പോകുന്നൊരു വീടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ചേച്ചീൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു കമ്പ് കൊടുന്ന് നട്ടതാണ്. അത് ഇതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വീട് മാറുന്ന സമയത്ത് ഒരു കഷ്ണം നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊമ്പ് കുത്തി ഉണ്ടാക്കി സെറ്റാക്കി വെച്ചതാണ്. അങ്ങനെ കൊടുന്ന് നട്ടതാണ് കേട്ടോ. ഞാൻ പിന്നെ ഇത് പൂ വിരിയാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതിൽ എപ്പോഴും പൂവുണ്ടാവും. നമ്മൾ ഈ പൂ വിരിഞ്ഞ് കഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളവിടെ കട്ട് ചെയ്ത് കളയും കേട്ടോ. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, അതിൻ്റെ താഴെയുള്ള ആ തണ്ടിൻ്റെ അവിടുന്ന് കണ്ടില്ലേ ചെറിയ മുള വന്നിട്ട് അതേപോലെ മുള വരും കേട്ടോ. അങ്ങനെ പൊട്ടിത്തെഴുത്ത് നമുക്ക് ഉണ്ടാവും. അങ്ങനെ ഞാൻ മുറിച്ച് കൊടുത്തത്. ഇത് പല കൊമ്പുകളുമായി വന്നത് കണ്ടില്ലേ, അതൊക്കെ ഞാൻ മുറിച്ചതാ. ഈ തണ്ട് നമ്മളവിടെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ട് നന്നായിട്ട് തളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ നമുക്ക് കുറേ നല്ല പുതിയ മുട്ടുകളുണ്ടാവും. കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ മുറിച്ച് കൊടുത്ത പീസാണ്. ഇത് നമുക്ക് മുറിച്ച് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്കൊരു കഷ്ണം എവിടെയെങ്കിലും കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും ചെയ്യും. ഇത് നമ്മൾ മൈലാഞ്ചി നട്ടതാണ്. ഇത് നന്നായിട്ട് തെഴുത്ത് വരുന്നുണ്ട് കേട്ടോ. അതൊരു കൊമ്പ് എവിടുന്നോ കൊടുന്നിട്ട് നമ്മൾ കുത്തി വെച്ചതാണ്. അത് നല്ല സ്മെല്ലാണ് കേട്ടോ. അതിൻ്റെ പച്ച മൈലാഞ്ചിയല്ല, നന്നായിട്ട് ഓർഗാനിക്കായിട്ടുള്ള മൈലാഞ്ചിയാണ് കേട്ടോ. പിന്നെ ഇതും കൂടെ നമ്മൾ 2 കമ്പ് കൊടുന്ന് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മുറിച്ച് കളയുന്നതെന്ന് വെച്ചാൽ ഈ പൂവിൻ്റെ ഈ ഭാഗമൊക്കെ കൊഴിഞ്ഞു പോകുമല്ലോ. കൊഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ആ കൊഴിഞ്ഞു പോകുന്ന ആ കുറച്ചൊരു ഭാഗം താഴെ വെച്ചിട്ട് മുറിച്ച് കളയാം. കണ്ടില്ലേ, അതിൻ്റെ തൊട്ട് താഴെയാണ് ഇതാ മുള വന്നിട്ടുള്ളത്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ മുള വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ പൂ വിരിഞ്ഞ് കണ്ടോ കൊഴിഞ്ഞു പോകുമ്പോൾ അതിനൊരു ആ തണ്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ല. നമ്മൾ ആ ഭാഗം അങ്ങനെ ഒരു ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ നമ്മൾ മുറിച്ച് കൊടുക്കും കേട്ടോ. ഇതേപോലെ നമ്മൾ മുറിച്ച് കൊടുക്കും. അപ്പം അതിൻ്റെ ആ തൊട്ട് താഴെയുള്ള ആ ഇല ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് പൊട്ടിത്തെടുത്തിട്ട് നന്നായിട്ട് കൊമ്പുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് വരും കേട്ടോ. എന്നിട്ട് ആ ഒരു തളിർത്ത് വരുന്ന ആ ഒരു സംഭവത്തിൽ നമുക്ക് പൂവുണ്ടാവുള്ളൂ. ഈ എന്താ പറയുക, മുരടിച്ച് നിൽക്കുന്ന ആ കൊമ്പിലൊന്നും നമുക്ക് പൂവുണ്ടാവില്ല കേട്ടോ. ഈ നന്നായിട്ട് തളിർത്ത് വരുന്ന കൊമ്പുന്നേ നമുക്ക് പൂവുണ്ടാവുള്ളൂ. ഇത് നമ്മൾ പൂവ് വരുന്ന ഒരു ചെറിയ ഭാഗത്ത് കുറച്ച് അടിയിൽ നിന്ന് മുറിച്ചതാണ് കേട്ടോ. ഭാഗം കൊടുക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ കുറച്ച് അടിയിൽ നിന്ന് കുറച്ച് നീളത്തിൽ തന്നെ മുറിച്ചിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പൊട്ടി തെഴുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി അതിൽ പൂ വിരിയും. എത്ര ചെറിയ ഇതാണെങ്കിലും പൊട്ടി തെഴുത്ത് വരുമ്പോൾ അതിൽ പൂ വിരിയും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ആന്തൂറിയം കേട്ടോ. മറ്റേ ആന്തൂറിയത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇത് റെഡ് കളറാണ്. അതൊരു റോസാണല്ലോ, ഇത് റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്നൊരു ഇല വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ഒരു സമാധാനം. കാരണം നമ്മൾ എന്ത് നട്ടുണ്ടാക്കിയാലും അത് തെഴുത്ത് വരുന്നത് കാണണം അല്ലേ. നമ്മളൊരു ഭാഗത്തുനിന്ന് കൊടുന്നിട്ട് അതിൽ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം അതിലൊരു ഇലയോ ഒരു പൂവൊക്കെ വിരിയുമ്പോഴാണ് നമുക്ക് അന്ന് ഭയങ്കര സന്തോഷമല്ലേ. കാരണം അത് പിടിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷവും പിന്നെ നമ്മൾ ആ പൂവൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമൊക്കെ കൂടി ആകുമ്പോൾ നമുക്കൊരു എന്താ പറയുകയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അത് ഈ ചെടികളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നവർക്ക് അറിയാം കേട്ടോ അതിൻ്റെയൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ 3 തൈ നമ്മൾ വേറെ വേറെ ആക്കി നട്ടിരുന്നു കേട്ടോ. ഓരോ ചട്ടിയിൽ അതൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട്.